ജനുവരി 26 മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയുടെ റിലീസായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ദുചൂടനും കൂട്ടുകാരുമൊക്കെ. അതെ, മലയാളത്തിലെ എക്കാലത്തെ മികച്ചതായി നിലനിൽക്കുന്നതും രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് തകർത്ത നരസിംഹം. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും മലയാളത്തിലെ ആദ്യ 20 കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് നരസിംഹം. നരസിംഹം ഒരു മികച്ച വാണിജ്യ വിനോദ ചിത്രമായിരുന്നു. മോഹൻലാലിന്റെ അഭിനയ മികവിന്റെ മറ്റൊരു മുഖമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത്. തുടക്കം മുതൽ അവസാനം വരെ സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയ സിനിമയിലെ ഓരോ രംഗവും പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. മോഹൻലാലിന്റെ ഇന്ദുചൂടൻ എന്ന കഥാപാത്രം ഇന്നും ഏവരുടെയും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒന്നാണ്. ചിത്രത്തിലെ മോഹൻലാലിന്റെ എൻട്രി പ്രേക്ഷകരെ ആവേശത്തിന് കൊടുമുടിയിലെത്തിച്ച ഒന്നായിരുന്നു. ഇന്ദുചൂടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആ മാസ് എൻട്രിയുടെ ആവേശം ഓരോ തിയേറ്ററിലും പ്രകടമായിരുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന ഡയലോഗ് പ്രേക്ഷകരെ രോമാഞ്ചം കൊള്ളിച്ചതാണ്. നീ പോ മോനെ ദിനേശ, നീ പോടാ മോനെ ദിനേശ എന്ന മാസ് ഡയലോഗ് ഇന്നും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞ് മാസ് കളിക്കുന്നു. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ഈ ഡയലോഗുകളൊക്കെ പ്രസിദ്ധമാണ്. അത്രമേൽ നരസിംഹത്തിലെ ഓരോ ഡയലോഗ്സും ഏറെ ആവേശത്തിലാക്കുന്നതായിരുന്നു. മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ എന്ന വക്കീൽ വേഷവും തിലകന്റെ ജസ്റ്റിസ് മേനോനും അമ്മാവനായി എത്തുന്ന ജഗതിയും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന NF വർഗീസ്, ഐശ്വര്യ അവതരിപ്പിച്ച അനുരാധ തുടങ്ങിയ എല്ലാ കഥാപാത്രവും ഇന്നും പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കുന്നതാണ്. MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ 3 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇന്നും ഏവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ 3 പാട്ടുകളും കാണുമെന്നതാണ് സത്യം. അഭിനയ മികവ് കൊണ്ടും സംഗീതം കൊണ്ടും മേക്കിംഗ് കൊണ്ടും എല്ലാം ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ചിത്രം വൻ വിജയമായിരുന്നു എന്നതിന് തെളിവാണ് ഇന്നും നരസിംഹം എന്ന ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർ കാണുന്നു എന്നത്. മനസ്സിൽ നിന്നും മായാത്ത കഥാപാത്രമായി പൂവള്ളി ഇന്ദുചൂടൻ അച്ചുവേട്ട് നിലനിൽക്കുന്നു. 2000-ൽ റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 200 ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. മൊത്തം കളക്ഷനായി 20 കോടി നേടുകയും നിർമ്മാതാവ് 10 കോടി ലാഭമുണ്ടാക്കുകയും ചെയ്തു. 15 വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ 5, 2014 ദുബായിൽ ചിത്രം വീണ്ടും റിലീസ് ചെയ്യുകയുണ്ടായി. മൊത്തത്തിൽ ഈ സിനിമ വൻ ഹിറ്റായിരുന്നു. ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകർ ഉണ്ടെന്നത് ഷാജി കൈലാസ് എന്ന സംവിധായകന്റെ വിജയമാണ്. സൂപ്പർ ആക്ഷൻ ത്രില്ലർ മൂവി അതാണ് നരസിംഹം. മോഹൻ ബാബു, നാഗാർജുന അക്കിനേനി, പ്രീതി ജംഗ്യാനി, സൗന്ദര്യ എന്നിവർ അഭിനയിച്ച ചിത്രം അധിപതി എന്ന പേരിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു.